പറയാൻ പറ്റും, നൈനാനച്ച ഈ പാത തിരഞ്ഞെടുത്തത് തെറ്റിപ്പോയിട്ടില്ല. ഈ പാതയിൽ അച്ഛനെന്നും സംതൃപ്തനായിരിക്കണം. ഈ പാത തിരഞ്ഞെടുത്തതിൽ അച്ഛൻ സന്തോഷിക്കണം. അതേ പ്രിയമുള്ളവരെ, പൗരോഹിത്യത്തിന്റെ ഔന്നത്യം എത്ര മനോഹരമാണ്! ഈ പൗരോഹിത്യം, ഈ വിളിയുടെ അനന്യത നമ്മൾ തിരിച്ചറിയണം. ഈ വിളിയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണം. ഇതിൻ്റെ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിയണം. ദൈവം വിളിച്ച് മുദ്രയിട്ട് വിശുദ്ധീകരിക്കുന്ന ഒരു വലിയ അനുഗ്രഹത്തിൻ്റെ ജീവിതം. കഴിഞ്ഞ 12 വർഷത്തെ ജീവിതത്തിന് അവസാനം നമ്മുടെ അച്ഛൻ നൈനാനച്ഛൻ പറയുന്ന ഇതാണ്: I have decided to follow Jesus, no turning back, no turning back. ഞാനൊരു തീരുമാനമെടുത്തു, ഈശോയെ അനുഗമിക്കുവാൻ. ഇനിയും ഞാൻ പുറകോട്ടില്ല. അച്ഛനോട് എനിക്ക് പറയാനുള്ളത്, പൗരോഹിത്യത്തിൻ്റെ ഈ ദിവസം അച്ഛൻ എന്നും ഓർക്കണം. ഇന്ന് അച്ഛൻ്റെ മുഖത്തെ സന്തോഷം അതെന്നും ഉണ്ടാകണം. ഇന്നച്ഛൻ്റെ ഈ തീക്ഷ്ണത അതെന്നും ഉണ്ടാകണം. ഇന്ന് അച്ഛൻ അനുഭവിക്കുന്ന ഈ നിർവൃതി അത് അച്ഛനിൽ എന്നും ഉണ്ടാകണം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നത്തെ ഈ ആഘോഷങ്ങളും അനുമോദന പ്രസംഗങ്ങളും ഒക്കെ ഇന്നുകൊണ്ടങ്ങ് തീരും. അല്ലെങ്കിൽ കൂടിയാൽ മധുവിത് പോലെ ഒരാഴ്ച കൂടെ ഉണ്ടാകും. ധാരാളം പ്രതീക്ഷകൾ അച്ഛനിൽ ജനം വെച്ചിട്ടുണ്ട്. ഈ ജീവിതത്തിൽ ധാരാളം പ്രലോഭനങ്ങൾ, ഏറെയാണ് പ്രലോഭനങ്ങളുള്ളത്. വെല്ലുവിളികൾ, ആവശ്യങ്ങൾ, ഭയപ്പെടുത്തുന്നതായ ഒത്തിരി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. സംഘർഷങ്ങൾ അത് നമുക്കുണ്ടാവും. എത്രയോ രാത്രികളും പകലുകളും ഏകാന്തതയിലൂടെ കഴിഞ്ഞു പോകേണ്ടി വരും. ഒത്തിരി മുറിവുകൾ സഹിക്കേണ്ടി വരും. ഒത്തിരി കല്ലേറുകൾ സഹിക്കേണ്ടി വരും. തെറ്റിദ്ധാരണകൾ, തെറ്റായ വിധികൾ, അത് നമ്മുടെ ഒരു മുതൽക്കൂട്ടാണ്. നമ്മുടെ പദ്ധതികളും സ്വപ്നങ്ങളും ഒക്കെ പലപ്പോഴും നടന്നു എന്ന് വരില്ല. കുറ്റാരോപണങ്ങൾ, ചിലപ്പോൾ വലിയൊരു നിസ്സംഗത, ചിലപ്പോൾ നമ്മുടെ ജനങ്ങളിൽ നിന്ന് മര്യാദക്കേടുകളും ആക്ഷേപങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരുമ്പോഴും അതത്ര നിസ്സാരമായിരിക്കില്ല. ആരോടും പങ്കുവയ്ക്കാൻ പറ്റാത്ത ദുഃഖങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മളെ മനസ്സിലാക്കുന്ന ആരും ഉണ്ടാകണമെന്നില്ല. നമ്മുടെ എത്രയോ അവസരങ്ങൾ ഒരുപക്ഷെ നഷ്ടമായി എന്ന് നമുക്ക് തോന്നാം. നമ്മുടെ ഇഷ്ടാനുഷ്ഠാനങ്ങളൊന്നും നോക്കാൻ ആരും കാണില്ല. ഇതൊക്കെ ഉണ്ടാകും. എന്നാൽ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവമാണ് നമ്മളെ വിളിച്ചത്. നിന്നെ വിളിച്ച ദൈവത്തിന് നിന്നെ കൊണ്ടൊരാവശ്യമുണ്ട്. അവന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അവനോട് ചേർന്ന് നിൽക്കണം. അവനോടുള്ള ബന്ധത്തിൽ നിന്ന് ഒരു നാളും മാറിപ്പോകരുത്. അവനോടുള്ള ബന്ധം ഈ അൾത്താരയാണ്, ദിനം ദിനമുള്ള പ്രാർത്ഥനയാണ്, ധ്യാനമാണ്, ജപമാലയാണ്, കുരിശിന്റെ വഴിയാണ്, ഭക്താഭ്യാസങ്ങളാണ്. അതില്ലെങ്കിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ നമ്മൾ പാടെ ബുദ്ധിമുട്ടേണ്ടി വരും. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കുവാൻ ഈ ദൈവത്തോടുള്ള ബന്ധം നമുക്കേറെ ആവശ്യമാണ്. ദൈവത്തോട് മാത്രമല്ല, പാവങ്ങളോട്, അശരണരോട്, അവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലണം. വൃദ്ധരെ കൈപിടിച്ച് നടത്തണം. യുവജനങ്ങളോടൊപ്പം നടക്കണം. കുട്ടികളെ പരിപാലിക്കണം, പരിഗണിക്കണം. അവരോടൊക്കെ സ്നേഹം പുറപ്പെടുവിക്കണം. ഇതിനു വേണ്ടിയാണ് ഇന്ന് നമ്മൾ ഈ ദൈവവിളിയിലേക്ക് വന്നിരിക്കുന്നത്. പൗരോഹിത്യത്തിൻ്റെ ആഴവും പരപ്പും അച്ഛൻ മനസ്സിലാക്കണം.
ദൈവമാണ് വിളിച്ചത്. അവനൊരു പദ്ധതിയുണ്ട്. അവൻ്റെ പദ്ധതി അനുസരിച്ച് നമ്മളെ നടത്തിക്കൊള്ളും. ധൈര്യമായിട്ട് മുൻപോട്ട് പോകണം. ഒരു പുരോഹിതൻ ആരാണ്, പുരോഹിതന്റെ വ്യക്തിത്വം എന്താണെന്ന് മനസ്സിലാക്കണം. ആരെയും അനുകരിക്കാൻ പോകരുത്, ക്രിസ്തുവിനെ മാത്രം അനുകരിക്കണം. അനുഗമിക്കുക മാത്രമല്ല, നമ്മളെ തന്നെ ആ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കണം, ദൈവജനത്തിന് വേണ്ടി സമർപ്പിക്കണം. നമുക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തെക്കുറിച്ച് എന്നും ഓർക്കണം. ക്രിസ്തുവിന്റെ ശബ്ദമാകാനായിട്ടാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്, മറ്റാരുടെയും ശബ്ദമാകരുത്. ദൈവകൃപ മാത്രം മതി നമുക്ക്. ഈ ദൈവകൃപ, വിളിച്ചവൻ വിശ്വസ്തനാകിയാൽ അവൻ നമ്മളെ വഴി നടത്തിക്കൊള്ളും. ദൈവത്തിന്റെ പകരക്കാരനാണ് നമ്മൾ ഇവിടെ നിന്നുള്ള കാര്യം ഒരു നാളും അച്ഛൻ മറന്നു പോകരുത്. അച്ഛന് എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. എല്ലാവരെയും എനിക്ക് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് പറയാനുള്ളതും ഇത് തന്നെയാണ്. അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും എല്ലാം വിട്ടു വന്നവരാണ് ഞങ്ങൾ. ഞങ്ങളോട് നിങ്ങൾക്കൊരു സ്നേഹം കാണണം. അല്പമൊക്കെ ബഹുമാനം ഈ വൈദികർക്ക് കൊടുക്കണം. അതിലൊക്കെ ഉപരി നിങ്ങൾ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വല്ലപ്പോഴും അനാദരവ് കാണിക്കാതെ അല്പ ആദരവ് കാണിക്കണം. വിട്ട പേരൻസ്, അവരെ ഞാൻ അനുമോദിക്കുകയാണ്. ഒരുക്കിയ ഇടവക, ഞാൻ അവരെ അനുമോദിക്കുകയാണ്. ഇവിടെ ആയിരുന്ന വികാരിമാര്, ഈ ഇടവകയിലെ വൈദികര്, അവരുടെ പ്രോത്സാഹനം കൊണ്ടാണ് നീ അച്ഛനായി തീർന്നത്. ജ്യേഷ്ഠ വൈദിക സഹോദരങ്ങളുണ്ട്, അവരെല്ലാവരുടെയും പ്രത്യേകമായ അനുഗ്രഹം കൊണ്ടാണ് ഇന്ന് ഈ രീതിയിലാകുവാൻ സാധിച്ചത്. അതെ അച്ഛ, ദൈവജനത്തിന് ആത്മീയ ജീവൻ നൽകിക്കൊണ്ട്, ദൈവിക ജീവൻ പോഷിപ്പിച്ചുകൊണ്ട് ആ ജീവനെ സംരക്ഷിക്കുവാൻ അച്ഛൻ മുൻപന്തിയിൽ ഉണ്ടാകണം. ദൈവജനത്തിന് അനുഗ്രഹം വാങ്ങിക്കൊടുക്കേണ്ടവനാണ് അച്ഛൻ. അതുകൊണ്ട് ഈ സഭയെ ജാഗ്രതയോടെ, സമർപ്പണബോധത്തോടെ, വിവേകത്തോടെ, വിശ്വാസത്തോടെ പടുത്തുയർത്തണം, പരിപോഷിപ്പിക്കണം. അച്ഛൻ പരിപാലിക്കണം. ഒരുവൻ പോലും നഷ്ടപ്പെടുവാൻ ഇടയാകരുത്. നാടിന്റെ വെളിച്ചമേകാൻ വിളിക്കപ്പെട്ട നീ കരിന്തിരി എരിയരുത്. ഓരോ ഇടവകയ്ക്കും മന്നയായി നീ മാറണം. അഭിമാനിക്കാൻ വേറെ ഒന്നുമില്ല, ദൈവം മാത്രം. നമ്മുടെ ഓഹരിയും ആ ദൈവം മാത്രം. ദൈവത്തിന് സ്വീകാര്യനായി ജീവിക്കണം. മറ്റാർക്കും സ്വീകാര്യനാകാൻ ശ്രമിക്കണ്ട. ദൈവത്തിന് സ്വീകാര്യനായിരിക്കുക. ദൈവം മാത്രം നമ്മളെ പ്രശംസിക്കണം. മറ്റാരുടെ പ്രശംസയും നമുക്ക് സ്ഥിരതയുള്ളതല്ല. ദൈവത്തിന്റെ പ്രശംസ പിടിച്ചു പറ്റുവാൻ ശ്രദ്ധയോടെ, ഒരുക്കത്തോടെ നീ ചെയ്യണം. ഒരിക്കലും അശ്രദ്ധയോടുകൂടിയോ അയോഗ്യതയോടുകൂടിയോ ദൈവിക രഹസ്യങ്ങളെ പരിപാലനം ചെയ്യരുത്. ആത്മാർത്ഥതയില്ലാത്ത, വിശ്വാസമില്ലാത്തൊരു ജീവിതം ഒരു നാളും നയിക്കുവാൻ ഇടയാകരുത്. ചിക്കിയും ചികഞ്ഞും നടക്കാനുള്ളതല്ല ഈ ജീവിതം. നീന്തി തുടിച്ച് മുൻപോട്ട് പോകണം. കരുത്തോട്, ദൈവ ശക്തിയോട്. വിളിയുള്ളതിൻ്റെ പുറകെ മാത്രമേ പോകാവൂ. ശാന്തവും കുലീനവും ശക്തരും കുലീനരുമായവരെ ആയിട്ട് ഒത്തിരി പേരുണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അവരിൽ നിന്നെല്ലാം ഭോഷന്മാരെയും അശക്തരെയും നിസ്സഹായരെയുമാണ് ദൈവം തിരഞ്ഞെടുത്തത്. എന്തു നേടി എന്നതിലുപരിയായി എന്ത് നഷ്ടമായി എന്ന് ചിന്തിച്ചു തുടങ്ങണം. എന്തൊക്കെ വേണ്ടാന്ന് വെച്ചു എന്ന് തീരുമാനിക്കണം. എങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമ്മൾ വിലപ്പെട്ടവരാകും. അച്ഛൻ ഒരു കാര്യം എന്നും ഓർക്കണം, അച്ഛൻ ഒറ്റയ്ക്കല്ല. ദൈവം അച്ഛനോടൊപ്പമുണ്ട്, ഇടവക സമൂഹം അച്ഛനോടൊപ്പമുണ്ട്, അതിരൂപത അച്ഛനോടൊപ്പമുണ്ട്. അതിലൊക്കെ ഉപരി ഞാൻ അച്ഛനെ ഞങ്ങളുടെ വൈദിക ഗണത്തിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ വൈദികർ അച്ഛനോടൊപ്പം എന്നും ഉണ്ടാകും. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ, അച്ഛനെ കൈപിടിച്ച് നിർത്താൻ ഞാൻ അച്ഛനൊരു സമ്മാനവുമായിട്ടാണ് വന്നത്. ഇത് വെറും ഒരു കുടയല്ല. അച്ഛനെ ഞാൻ ഈ കുടക്കീഴിലേക്ക് ക്ഷണിക്കുന്നു.
വൈദിക കൂട്ടായ്മയുടെ നിഴലിൽ കീഴിൽ അച്ഛനെന്നും സുരക്ഷിതനാണ്. ഞങ്ങൾ എപ്പോഴും അച്ഛനോടുണ്ട്. ഏത് ആപത്തിലും ഏത് പ്രയാസത്തിലും ഏത് ദുഃഖത്തിലും ദൈവത്തിൻ്റെ കൂടെ കീഴിൽ വൈദികരുടെ കൂട്ടായ്മയിൽ അച്ഛൻ എന്നും ഉണ്ടാകും. വെൽക്കം അച്ഛ. ഓൾ ദ ബെസ്റ്റ്.